ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ 119 സങ്കീർത്തനത്തിൻ്റെ 24 വാക്യം വരെയാണ് കണ്ടത്. 24 വാക്യം വരെ ഇത് ചിന്തിക്കാനായിട്ട് കഴിഞ്ഞില്ല. 9 വാക്യം മുതൽ അതിൻ്റെ ബാലൻസ് ഉണ്ട്. ഇന്ന് അതിനോട് ചേർന്ന് അത്രയും ഭാഗങ്ങൾ നമ്മൾ ഇന്നൊന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നു. ഇപ്പോൾ 119 സങ്കീർത്തനത്തിൽ 9 വാക്യം മുതൽ 9 വാക്യം, ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ, നിൻ്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനായി തന്നെ എന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സങ്കീർത്തന വാക്യമാണ്. ആ വാക്യത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നു, ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? അതിൻ്റെ ഉത്തരമാണ് നിൻ്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ. അപ്പോൾ തിരുവചനപ്രകാരം കർത്താവായ ക്രിസ്തു, കർത്താവായ ദൈവം തമ്പുരാൻ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യരെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ തൻ്റെ വചനപ്രകാരം നിഷ്കളങ്കരായിട്ട് അവരുമായിട്ടുള്ള ആ ഒരു ദൈവബന്ധത്തിൽ അവരെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ, അവരുടെ നടപ്പിൽ നിഷ്കളങ്കരായിട്ട് അവർ മാറുന്നത്. ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കുട്ടികളെക്കുറിച്ചുള്ള ഭാഗങ്ങൾ. കുട്ടികളെ എൻ്റെ അടുക്കൽ വിടുവിൻ, അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്നുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള കർത്താവിൻ്റെ തിരുവചനം വാക്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറയുന്നത്, അതായത് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ പോലെ അല്ലെങ്കിൽ ശിശുക്കളെ പോലെ നിഷ്കളങ്കരായ ആളുകൾ, ഈ ലോകത്തിലെ മറ്റു കാര്യങ്ങളുമായിട്ട് ഇടപെട്ട് സ്വയം മനസ്സിനെയും തൻ്റെ ഹൃദയത്തെയും മലിനമാക്കാത്ത ആളുകൾ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയും നിഷ്കളങ്കത്വം വരുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവിനോട് ചേർന്ന്, കർത്താവിൻ്റെ ഉപദേശങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് മനുഷ്യൻ്റെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് അതിനുവേണ്ടി എന്നേക്കുമായിട്ട് ഒരേ ഒരു തവണത്തേക്ക് ഫൈനലായിട്ട് നടത്തിയ യാഗമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൽവരി ക്രൂശിന്മേലുള്ള അപരമമായ യാഗം. അപ്പോൾ സൃഷ്ടാവ് തന്നെ തൻ്റെ സൃഷ്ടികൾക്ക് വേണ്ടിയിട്ട് യാഗമായി തീർന്ന ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്, ഈ യൂണിവേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലുള്ള ആ മരണവും പിന്നീടുള്ള പുനരുത്ഥാനവും. അപ്പോൾ എന്താണ് അതിലേക്ക് നയിക്കുന്നതെന്ന് വെച്ചാൽ, കർത്താവിൻ്റെ വരവ് വരെയും ഈ പുറപ്പാട് സമയങ്ങളിൽ, അതായത് മോശയുടെ കാലഘട്ടം മുതൽ ഉള്ള ആ ഒരു അത്രയും ആയിരക്കണക്കിന് വർഷക്കാലം മനുഷ്യർക്ക് കൊടുത്തിരുന്ന നിയമമാണ് ന്യായപ്രമാണം. ഇപ്പം ന്യായപ്രമാണത്തിൻ്റെ നമുക്കറിയാം, നിയമത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സ്വഭാവം കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ പാവങ്ങളും നിർവചിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ പാവങ്ങൾക്കെല്ലാം പരിഹാരവും കൊടുത്തിട്ടുണ്ട്. ഓരോരോ വിധത്തിലുള്ള യാഗങ്ങൾ, ആ യാഗമൃഗത്തിൻ്റെ മേൽ എല്ലാ പാവവും കെട്ടിവെച്ച്, അങ്ങനെ ആ യാഗമൃഗത്തെ ഇത് പരിശുദ്ധ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ യാഗമായിട്ട് കഴിക്കുന്നു. അങ്ങനെ ഈ യാഗം കഴിക്കുന്ന വ്യക്തിയുടെ പാപങ്ങൾ മോചിപ്പിക്കപ്പെടുന്നു. അങ്ങനെയാണ് അതിൻ്റെ രീതി. പിന്നെ പ്രമാണ പുസ്തകങ്ങളിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ പിന്നീട് കാണുന്നത്, ദൈവം തന്നെ ഏത് നിയമത്തെയാണോ ദൈവം കൊടുത്തത്, ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർ അതൊരു ഒഴിവുകഴിവായിട്ട് എടുക്കുന്നതും അതിനെ മിസ്യൂസ് ചെയ്യുന്നതുമായിട്ട് നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. അങ്ങനെ യഹോവയായ ദൈവം ഈ യാഗങ്ങളെ വെറുത്തു എന്നുള്ളൊരു ഭാഗം തന്നെ നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം മനുഷ്യന് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുത്ത മാർഗമാണ് ഈ യാഗം എന്നുള്ള സംഗതി. എന്നാൽ മനുഷ്യരത് പാപം ചെയ്യുന്നു, യാഗം കഴിക്കുന്നു, അങ്ങനെ രക്ഷപ്പെടുന്നു, വീണ്ടും പോയി പാപം ചെയ്യുന്നു, വീണ്ടും യാഗം കഴിക്കുന്നു, അങ്ങനെ തലമുറയായിട്ട് അവരിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എന്നാൽ അവർക്ക് തിരുത്തുവാൻ വേണ്ടിയിട്ട് അവസരങ്ങൾ
ആയിരക്കണക്കിന് വർഷങ്ങൾ കൊടുത്തുവെങ്കിലും അവർക്കത് ഇന്ന് മാറുവാനായിട്ട് കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ ദീർഘക്ഷമയും മഹാകരുണയും കൊണ്ട് ആയിരക്കണക്കിന് വർഷങ്ങളാണ് മനുഷ്യനത് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കൊടുത്തത്. എന്നാൽ അവരതിൻ്റെ അന്തസത്ത അറിയുവാനോ കാലാകാലങ്ങളായിട്ട് പ്രവാചകന്മാർ വഴി ദൈവം അരുളി ചെയ്ത അരുളപ്പാടുകൾ കേൾക്കുവാനോ ഒന്നും അവർ നിന്നില്ല. അങ്ങനെ തങ്ങൾക്ക് കിട്ടിയ ആ വലിയ ഒരു അവസരം അവർ കളഞ്ഞു. ഈ നമ്മൾ യാഗം കഴിക്കുന്നതിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഈ യാഗപീഠം ഇതിൻ്റെ കാര്യം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അത് യാഗപീഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു യാഗപീഠമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരേ ഒരു യാഗപീഠത്തിന് എതിരായിട്ട് മറ്റ് യാഗപീഠങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള വലിയൊരു പാപം കൂടി ഇവർ ചെയ്തു. അങ്ങനെ ഇവർ തോന്നും പോലെ യാഗങ്ങൾ കഴിക്കുവാനും പിന്നെ അതുകൂടാതെ ജാതികളുടെ ദേവന്മാർക്ക് യാഗം കഴിക്കുവാനും അങ്ങനെ ദൈവസന്നിധിയിൽ അവർ ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് ഒരു കയ്യും കണക്കില്ല. നമ്മൾ പഴയ നിയമങ്ങളൊക്കെ വായിക്കുമ്പോൾ ആവർത്തനം, യോശുവ, പിന്നെ അതിന് ശേഷമുള്ള ന്യായാധിപന്മാർ ഒക്കെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴത്തേക്കും നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അവർ എന്ത് നിയമം ദൈവം കൊടുത്തോ അതെല്ലാം അവർ മിസ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഒടുവിൽ അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം തിരഞ്ഞെടുത്ത ജനം ഇത്രയും പാപം ചെയ്തു എങ്കിൽ ദൈവം തൻ്റേതായിട്ട് തിരഞ്ഞെടുക്കാത്ത ജനം അവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിച്ച് കളഞ്ഞു എന്നുള്ള അർത്ഥത്തിലല്ല നമുക്ക് കാണേണ്ടത്. കാരണം ദൈവം എല്ലാ ജാതികളിൽ നിന്നും തൻ്റെ കണ്ട ഒരു വ്യക്തി, അബ്രഹാമിനെ കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്, ആ ഒരു വ്യക്തി മാത്രമേ ദൈവത്തോട് ചേർന്ന് നടന്നുള്ളൂ. അതുകൊണ്ട് ആ വ്യക്തിയുടെ പിൻതലമുറകൾക്കും ദൈവം കൊടുത്തിട്ടുള്ള എന്നേക്കുമായിട്ടുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുക്കുന്നത്. അല്ലാതെ മറ്റ് മനുഷ്യരെ എല്ലാം എന്നേക്കുമായിട്ട് തള്ളിക്കളഞ്ഞതല്ല. അത് നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ നമുക്കത് അറിയുവാനായിട്ട് സാധിക്കും. ഈ മറ്റ് ജാതികളായിട്ടുള്ള ആളുകൾക്കെല്ലാം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇവർ ചിതറിച്ച് കളഞ്ഞതിന് ശേഷം ദൈവത്തിൻ്റെ ആത്മാവ് അവരെ നടത്തുവാനായിട്ട് പല രീതിയിലും ഒരുപാട് ആയിരക്കണക്കിന് വർഷങ്ങൾ ശ്രമിച്ചു. എന്നാൽ എല്ലാവരും പരസ്പരം ഇങ്ങനെ പാപം ചെയ്ത് ഈ ജനത്തെക്കാളും വഷളായിട്ട് അവർ പോയതുകൊണ്ടാണ് അവർക്ക് വലിയ രീതിയിലുള്ള ന്യായവിധികൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ദൈവ കോപങ്ങൾ നേരിടേണ്ടി വന്നത്. എന്നാൽ പോലും ദൈവം ഒരിക്കലും എന്നേക്കുമായിട്ട് നശിപ്പിച്ചില്ല എന്ന് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു കേസ് സ്റ്റഡി പോലെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇസ്രായേൽ ജനം അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുത്ത തന്നെ ജനം ഇത്രയും ചെയ്തുവെങ്കിൽ മറ്റുള്ളവർ ഇതിനേക്കാൾ വലിയ പാപം ചെയ്തിരുന്നു എന്ന് വേണം നമ്മൾ കരുതുവാനായിട്ട്. കാരണം കർത്താവ് തമ്പുരാൻ ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാം മനസ്സിലാക്കുന്ന, എല്ലാം അറിയാവുന്ന ദൈവമാണ്. കാരണം ദൈവമാണ് ഇതെല്ലാം നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിനെല്ലാം അറിയാം. അപ്പോൾ കൊടിയ പാപം ചെയ്ത് അല്ലെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ തലമുറയായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനമായിരുന്നു എങ്കിൽ ഇസ്രായേൽ ജനത്തെ ദൈവം ഒരിക്കലും തിരഞ്ഞെടുക്കത്തില്ല. എന്നാൽ ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം നമുക്ക് തിരുവചനത്തിൽ പഠിക്കുമ്പോൾ നമ്മൾ തന്നെ അന്തം വിട്ടു പോകും. കാരണം ഇവരെന്തുമാത്രം പാപമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മറ്റ് ജാതികളുടെ പാപം എത്രമാത്രം ഉണ്ടായിരിക്കാം എന്നുള്ളത് നമുക്കൊരു ഏകദേശം ഒരു ഊഹം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളമാണ് ഇപ്പോൾ ലോകത്തിൽ മുഴുവൻ മനുഷ്യരും അപ്പോൾ പാപം ചെയ്ത ദൈവസന്നിധിയിൽ നിന്ന് പോയിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഈ ഇസ്രായേൽ ജനത്തിനെ ദൈവം തൻ്റെ സ്വന്തം ജനമായിട്ട് തിരഞ്ഞെടുത്തുവെങ്കിലും അതിൽ തിരുവചനത്തിൽ പലയിടത്തും പറയുന്നുണ്ട് തൻ്റെ അവകാശത്തെ ദൈവം വെറുത്തു എന്ന് പറയുന്നുണ്ട്. കാരണം അത്രത്തോളം ഇവർ പറഞ്ഞാലനുസരിക്കാതെ ഇവർ പാപം ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പം അങ്ങനെ ഈ ഒരേ ഒരു യാഗപീഠം മാത്രമാണ് ഈ യാഗങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിരുന്നതെങ്കിൽ പോലും അവരിങ്ങനെ പല യാഗപീഠങ്ങളുണ്ടാക്കുകയും പല ജാതി ദേവന്മാർക്കൊക്കെ യാഗങ്ങൾ കഴിക്കുകയും അങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് എന്നേക്കുമായിട്ടെന്നുള്ള നിലയിൽ അവർ മാറിപ്പോവുകയൊക്കെ ചെയ്തപ്പോൾ ഇവർ ഒരു സാധ്യത കൂടി കൊടുത്ത് ഈ ലോകത്തെ മുഴുവൻ ആയിട്ട്, കാരണം ജനത്തിന് മാത്രമായിട്ട് ഒരു രക്ഷകനെ കൊടുത്തു കഴിഞ്ഞാൽ അവരൊരിക്കലും അത് ഏറ്റെടുക്കത്തില്ല എന്ന് ദൈവത്തിനറിയാം. കാരണം ദൈവത്തിന് ആദ്യം അന്തം എല്ലാം അറിയാം. അതുകൊണ്ട് ദൈവം തൻ്റെ സൃഷ്ടികൾക്കെല്ലാം എന്നേക്കുമായിട്ട് കൊടുത്ത ഒരു രക്ഷ
പാത്രമാണ് കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ അവതരിച്ച് അതിനെക്കുറിച്ചൊക്കെ തിരുവചനത്തിൽ അല്ലെങ്കിൽ പഴയ നിയമങ്ങളിൽ കൃത്യമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയല്ല, ലോകത്തുള്ള സകല ജാതികൾക്കും പല രീതിയിൽ ഹോളി സ്പിരിറ്റ് ഈ ഒരു അറിവ് അല്ലെങ്കിൽ ഈ ഒരു വെളിപ്പെടുത്തലുകൾ പല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഒരാൾ പോലും അത് ഏറ്റെടുക്കുവാനോ ഒന്നും കഴിഞ്ഞില്ല. എന്നാൽ ചിലർക്ക് അത് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് ഈ കർത്താവിൻ്റെ ജനന സമയത്ത് കിഴക്ക് നിന്ന് വിദ്വാൻമാർ എത്തിയെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ വിദ്വാൻമാർ എത്തിയത് ജൂതന്മാരായിരുന്നു എന്നതിനെക്കുറിച്ച് ഒരു രീതിയിലും നമുക്ക് അനുമാനിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം അങ്ങനെ തിരുവചനത്തിൽ പറഞ്ഞിട്ടില്ല. കിഴക്ക് നിന്ന് വന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കിഴക്ക് വന്നവർ ഈ അന്നത്തെ രാജാവിൻ്റെ അധീനതയിലുള്ള സ്ഥലത്ത് നിന്നല്ല വന്നത്. അപ്പോൾ അന്നത്തെ രാജാവിൻ്റെ അധീനതയിലുള്ള സ്ഥലമായിരുന്നുവെങ്കിൽ ഈ വിദ്വാൻമാരെ പിന്നീട് പോയിട്ട് ഈ രാജാവിൻ്റെ സൈന്യം പോയി പിടിക്കുമായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ രാജാവിൻ്റെ അധീനതയിലല്ലാത്ത സ്ഥലത്ത് എന്നാൽ ജാതികളുടെ ഇടയിലേക്ക് പോയിട്ടുള്ള പ്രദേശങ്ങൾ, അവിടെ നിന്നാണ് ഇവർ വന്നിട്ടുള്ളത്. കിഴക്ക് ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കിഴക്ക് ഭാഗത്ത് നിന്ന് ജാതികൾക്ക് ദൈവം കൊടുത്തിട്ടുള്ള ആ ഒരു വെളിച്ചത്തിൽ നിന്നാണ് അവർക്ക് മനസ്സിലായത് ലോകത്തിൻ്റെ രക്ഷകൻ അവിടെ ജനിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ജനിച്ചു എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട്. അപ്പോൾ ഹോളി സ്പിരിറ്റ് ഈ ലോകത്തിലെ സകല ജനങ്ങളെയും ഈ ആത്മാർത്ഥമായിട്ട് അവരെ തലമുറയായിട്ട് നടത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യർ തൻ്റെ പാവങ്ങൾ നിമിത്തം ഹോളി സ്പിരിറ്റിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു നിർദ്ദേശങ്ങളെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൽപ്പനകളെ ലംഘിച്ചുകൊണ്ട് അവരവരുടെ സ്വന്തം നീതിക്ക് അനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്കാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും ദൈവം ഈ ജ്ഞാനം കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചപ്പോൾ കണ്ടു. നിമ്രോദിൻ്റെ കാലത്ത് ദൈവം ലോകത്തുള്ള മനുഷ്യരെല്ലാം വേർതിരിച്ച് ഇങ്ങനെ ലോകത്തിൻ്റെ അങ്ങ് ആക്കി. എന്നാൽ പോലും ചെല്ലുന്നിടത്തെല്ലാം ഓരോ ടവർ ഇങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ ഈ ടവർ ഉണ്ടാക്കാനുള്ള ഒരു ജ്ഞാനം ഉണ്ടല്ലോ, ആ ജ്ഞാനം എന്ന് പറയുന്നത് അത് പണിയുവാൻ വേണ്ടിയിട്ടുള്ള ജ്ഞാനം അത് ആദ്യമേ ദൈവം കൊടുക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ജ്ഞാനമാണത്. പരിശുദ്ധാത്മാവ് കൊടുത്ത ജ്ഞാനപ്രകാരമാണ് നോഹ വലിയ കപ്പലുണ്ടാക്കിയതും അതിനുശേഷം ഇവർക്ക് പല രീതിയിലുള്ള ബിൽഡിങ്ങുകളും പല രീതിയിലുള്ള കൃഷി സംവിധാനങ്ങൾ, കൃഷി ചെയ്യുവാനുള്ള അറിവുകൾ, പിന്നീട് ട്രാവൽ ചെയ്യാനുള്ള ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്, ഇതെല്ലാം പരിശുദ്ധാത്മാവ് കൊടുത്ത ജ്ഞാനം വഴിയാണ് കിട്ടുന്നത്. അല്ലാതെ ഇവർ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് ഉണ്ടാക്കി വരുന്നതൊന്നുമല്ല. കാരണം അതിന് അത്രയും വർഷങ്ങളൊന്നും ആയിട്ടില്ല. ഈ സംഭവങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് ജ്ഞാനം കൊടുത്തപ്പോൾ എല്ലാവർക്കും അത് തുല്യമായിട്ട് തന്നെ കൊടുത്തു. എന്നാൽ അതിൽ നിന്ന് ദൈവത്തിൻ്റെ ആ സ്നേഹം മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റുവാങ്ങിയവർ വളരെ ചുരുക്കമാണ്. അതിൽ ഒരാളാണ് അബ്രഹാം പിതാവ്. പിന്നെ അബ്രഹാമിനെ ദൈവം വളരെയധികം അനുഗ്രഹിച്ച് അങ്ങനെയാണ് അബ്രഹാമിൻ്റെ തലമുറകളെ ദൈവം തൻ്റെ സ്വന്തം ജനമായിട്ട് ഏറ്റെടുത്തത്. അപ്പോൾ ഈ നിഷ്കളങ്കത്വം എന്ന് പറയുന്നത് അതൊരു വലിയൊരു കാര്യമാണ്. അത് സൂക്ഷിക്കുവാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്, വളരെയധികം പാടാണ്. എന്നാൽ ഈ നിഷ്കളങ്കത്വത്തിലാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റിയുടെ സ്പിരിറ്റ് ഇരിക്കുന്നത്. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഇത് വലിയൊരു പ്രോസ്പെരിറ്റി എന്നുള്ള നിലയിൽ അല്ല കാണേണ്ടത്. കാരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഈ നമ്മൾ സഹനത്തിന് തയ്യാറാണെങ്കിൽ മാത്രമേ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് തീരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരു പാർഷ്യൽ ക്രിസ്ത്യാനിയായിട്ട് മാത്രം ജീവിക്കാനേ കഴിയുള്ളൂ. അപ്പോൾ സഹനത്തിൻ്റെ ക്ഷമ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു കാതൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാം ഈ സഹനവും ക്ഷമയും ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും അതിൽ നിഷ്കളങ്കത്വമാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് മറ്റൊരാളെ ദ്രോഹിക്കാനായിട്ട് കഴിയില്ല എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു ദൃഢവിശ്വാസം നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കർത്താവിനെ യഥാർത്ഥത്തിൽ ഫോളോ ചെയ്യുന്നവരായി മാറിക്കഴിഞ്ഞു. അങ്ങനെയാണ് യഥാർത്ഥ ക്രിസ്ത്യാനിയാകുന്നത്. അപ്പോൾ ഈ ന്യായപ്രമാണ കാലത്ത് മനുഷ്യനിങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള നിയമങ്ങൾ കൊടുത്തിരുന്നത് കൊണ്ട് അവന് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് വിവേചിച്ചറിയാനും ചെയ്യുവാനായിട്ട് കുറച്ച് എളുപ്പമായിരുന്നു. എന്നാൽ മനുഷ്യൻ്റെ സ്വതവേയുള്ള സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവനത്
മിസ്യൂസ് ചെയ്തു. അങ്ങനെ തിരുത്താൻ ദൈവം ആയിരക്കണക്കിന് വർഷങ്ങൾ സമയം കൊടുത്തുവെങ്കിലും അവനത് കഴിഞ്ഞില്ല. അതിനുശേഷം കർത്താവ് തന്നെ വന്ന് പുതിയ നിയമം, പുതിയ സുവിശേഷം കൊടുത്തു. പുതിയ സുവിശേഷം കൊടുത്തപ്പോഴത്തേക്ക് അത് ജൂതന് മാത്രമായിട്ടല്ല കൊടുത്തത്, ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ആയിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു രക്ഷപ്പെടാനായിട്ട് ഒറ്റ വാതിലേ ഉള്ളൂ, അതാണ് താൻ, അതായത് കർത്താവായ യേശു ക്രിസ്തു. ആ ക്രിസ്തു വഴി, അതായത് കർത്താവ് പറഞ്ഞത് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നെ കൂടി അല്ലാതെ മറ്റൊരാളും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോൾ വഴിയും സത്യവും ജീവനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ തൃത്വ ദൈവത്തിൻ്റെ അതിലെ ആ കേന്ദ്രത്തിലേക്കുള്ള, അല്ലെങ്കിൽ ആ തൃത്വ ദൈവത്തിൻ്റെ ആ വാസസ്ഥലത്തിലേക്കുള്ള ഏക വഴി കർത്താവായ യേശു ക്രിസ്തു വഴിയാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചാൽ നമുക്ക് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് എന്നുള്ള വലിയ ജ്ഞാനം കിട്ടും. പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞാൽ ആത്മാവിലും സത്യത്തിലും വഴി നടത്തും. അപ്പോൾ ആത്മാവിലും സത്യത്തിലും വഴി നടത്തുമ്പോൾ നമുക്ക് തിരുവചനം കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പോൾ അതിനനുസരിച്ച് നല്ലൊരു ജീവിതം ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയും. അങ്ങനെ നമ്മൾ ആത്യന്തികമായിട്ട് പിതാവിൻ്റെ അടുക്കൽ നമ്മൾ എത്തിച്ചേരും. ഇതാണ് അതിൻ്റെ വഴി. അപ്പോൾ കർത്താവിൻ്റെ ഉപദേശങ്ങൾ, കർത്താവിൻ്റെ പുതിയ ഉപദേശങ്ങൾ എന്ന് പറയുന്നത് അത് 10 കൽപ്പനകളാണെങ്കിലും രണ്ടായിട്ട് എല്ലാം ഒതുക്കി എന്നേ പറയുന്നുള്ളൂ. അതിനെ ചുരുക്കി എന്നല്ല പറയുന്നത്. അതിൽ 2 പ്രധാന കൽപ്പനകളായിട്ട് കർത്താവ് അതിനെ പറഞ്ഞു. അതായത് നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. അപ്പോൾ അതിൽ പിതാവായ ദൈവത്തിനാണ് ഏറ്റവും പ്രാധാന്യം, ഏറ്റവും മുൻഗണന. ആ പിതാവിനെ നമ്മൾ സ്നേഹിക്കേണ്ടത്, അല്ലെങ്കിൽ ആ പിതാവിനെ ഭജിക്കേണ്ടത് പൂർണ്ണ മനസ്സ്, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ശക്തി, പൂർണ്ണ ഹൃദയം. ഇതെല്ലാം എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതായത് പാതി മനസ്സോടുകൂടിയുള്ള ഒരു കാര്യങ്ങളും അവിടെ നടക്കത്തില്ല. പിന്നെ നിൻ്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇപ്പം നിൻ്റെ കൂട്ടുകാരനെ എന്ന് പറയുമ്പോഴത്തേക്കും നീ അല്ലാതെയുള്ള എല്ലാവരും അതിൽ പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഈ കാര്യങ്ങളുടെ എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. അതിനുശേഷം പിന്നെ പറഞ്ഞു നിൻ്റെ ശത്രുവിനെ സ്നേഹിക്കുക. അപ്പോൾ ശത്രുവിനെ വെറുക്കാനല്ല പറഞ്ഞത്, ശത്രുവിനെ സ്നേഹിക്കുക. അപ്പോൾ ന്യായപ്രമാണത്തിൽ കൊടുത്തതിനേക്കാൾ ശരിക്കും പറഞ്ഞാൽ പാടാണ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്. എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന് രക്ഷപ്പെടാനുള്ള സമയം കൊടുത്തപ്പോഴത്തേക്കും അവനത് ഉപയോഗിക്കാതെ ഇരുന്നത് കൊണ്ടാണ് പുതിയ നിയമം വന്നത്. അപ്പോൾ പുതിയ നിയമം വന്നപ്പോൾ കർത്താവ് തന്നെ വഴി കാണിച്ചു കൊടുത്തു. ഇതാണ് വഴി, ഇത് കൂടി ഇനി പോയാൽ മതി. ഇപ്പോൾ ഇതാകുമ്പോഴത്തേക്കും ബാലൻ യുവാവായി എങ്ങനെ വന്നു കഴിഞ്ഞാലും ആ ശിശുവായിരുന്നപ്പോഴത്തേക്കുള്ള ആ ഒരു നിഷ്കളങ്കത്വം അത് ജീവിതത്തിൽ അവസാനം വരെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു ബാധ്യത മനുഷ്യന് വന്നു കഴിഞ്ഞു. അപ്പോൾ അതാണ് ഇന്നത്തെ നിയമം. ഇന്നത്തെ നിയമം എന്ന് വെച്ചാൽ പുതിയ നിയമമാണ്, പുതിയ സുവിശേഷം, കർത്താവിൻ്റെ സുവിശേഷമാണ്. ഇതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് ദൈവം തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ന്യായപ്രമാണ കാലത്തിലെ പോലെ ഇങ്ങനെ ഒരു ശിക്ഷ, ഒരു തെറ്റിന് ഇന്ന ശിക്ഷ, മറ്റൊന്നിന് ഇന്ന പ്രായശ്ചിത്തം, അങ്ങനെ രീതിയിലല്ല. അതൊക്കെ എൻ്റെ കാലഘട്ടം കഴിഞ്ഞുപോയി. അതുകൊണ്ടാണ് കർത്താവ് താൻ സുവിശേഷ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ തൻ്റെ ഉപദേശങ്ങൾ തുടങ്ങുന്ന കാലം മുതൽ പറയുന്നത് ഇത് അവസാന കാലഘട്ടമാണ്, അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് രക്ഷ പ്രാപിക്കുവിൻ എന്ന് അന്ന് തൊട്ട് കർത്താവ് പ്രസംഗിച്ച് തുടങ്ങി എന്ന് വളരെ കൃത്യമായിട്ട് തിരുവചനത്തിൽ പറയുന്നുണ്ട്. ഇതാണ് കാര്യം. അതായത് മനുഷ്യന് കൊടുത്തിട്ടുള്ള ഒരേ ഒരു രക്ഷയാണ് പിന്നീട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം ഏറ്റു പറഞ്ഞ് രക്ഷ പ്രാപിക്കുക എന്നുള്ളത്. അതുവഴിയല്ലാതെ മനുഷ്യന് രക്ഷപ്പെടാനായിട്ട് മറ്റ് ആകാശത്തിന് കീഴിൽ മറ്റൊരു വഴിയില്ല. അപ്പോൾ ഇതെല്ലാം വളരെ കൃത്യമാണ് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ സങ്കീർത്തനത്തിൽ അടുത്ത വാക്യത്തിൽ പറയുന്നത് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് പുതിയ നിയമമായിട്ട് നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സങ്കീർത്തനങ്ങൾ പഴയ നിയമകാലത്താണ് എഴുതിയിട്ടുള്ളതെങ്കിൽ പോലും അതൊക്കെ മുൻകൂട്ടി കണ്ട് ഹോളി സ്പിരിറ്റിൻ്റെ ആ ഒരു പ്രസൻസിൽ, അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റിൻ്റെ ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ എഴുതിയിട്ടുള്ള സങ്കീർത്തനങ്ങളായതുകൊണ്ട് ഇതെല്ലാ കാലത്തേക്കും യോജിക്കും. അതാണ് തിരുവചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ജീവനുള്ള വചനമെന്ന് പറയാനായിട്ടുള്ള കാരണം തന്നെ അതാണ്. കാരണം ഇത് ഏതെങ്കിലും ഒരു പുരാതന കാലത്തേക്ക് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമല്ല. ഇത് ഏത് കാലത്തിനും വേണ്ടിയിട്ട് നമുക്ക് ഈ
തിരുവചനത്തെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. കാരണം ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഭൂമിയുടെ ഈ ഭൂഗോളത്തിൻ്റെ മാനവരാശിയുടെ മുഴുവൻ ചരിത്രവും ഈ തിരുവചനത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു, നിൻ്റെ കൽപ്പനകൾ വിട്ട് നടപ്പാൻ എനിക്ക് ഇടവരരുതേ. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. യഹോവേ, നീ വാഴ്ത്തപ്പെട്ടവൻ, നിൻ്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ എൻ്റെ അധരങ്ങൾ കൊണ്ട് നിൻ്റെ വായുടെ വിധികളെയൊക്കെയും വർണ്ണിക്കുന്നു. ഞാൻ സർവ്വസമ്പത്തിൽ എന്നപോലെ നിൻ്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിൻ്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ നിൻ്റെ ചട്ടങ്ങളെ രസിക്കും, നിൻ്റെ വചനത്തെ മറക്കുകയുമില്ല. വളരെ കൃത്യമായിട്ടുള്ള വാക്യങ്ങളാണ്. പിന്നീട് താഴേക്ക് വരുന്നതാണ്, ജീവിച്ചിരിക്കേണ്ടതിന് അടിയനെ നന്മ ചെയ്യണമേ, എന്നാൽ ഞാൻ നിൻ്റെ വചനം പ്രമാണിക്കും. നിൻ്റെ ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. അപ്പോൾ ഈ നമ്മുടെ കണ്ണുകളെ അല്ലെങ്കിൽ നമ്മുടെ അധരങ്ങളെ തുറക്കാനായിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം ആദ്യം തന്നെ. കാരണം നമ്മുടെ കണ്ണുകൾ, അതായത് ഉൾക്കണ്ണ്, അത് തുറന്നു കഴിഞ്ഞാൽ മാത്രമേ, അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ മാത്രമേ നമുക്കത് കഴിയത്തുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ആ ജ്ഞാനം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അകക്കണ്ണ് തുറന്ന് എന്താണ് സത്യം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നിൻ്റെ ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു, നിൻ്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വയ്ക്കരുതേ. നിൻ്റെ വിധികൾക്കായുള്ള നിത്യവാഞ്ച കൊണ്ട് എൻ്റെ മനസ്സ് തകർന്നിരിക്കുന്നു. നിൻ്റെ കൽപ്പനകളെ വിട്ടു നടക്കുന്നവരായി ശപിക്കപ്പെട്ട അഹങ്കാരികളെ നീ ഭർഷിക്കുന്നു. നിന്ദയും അപമാനവും എന്നോട് അകറ്റണമേ. ഞാൻ നിൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. പ്രഭുക്കന്മാർ ഇരുന്ന് എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു. എങ്കിലും അടിയൻ നിൻ്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. നിൻ്റെ സാക്ഷ്യങ്ങൾ ഏറെ എൻ്റെ പ്രമോദവും എൻ്റെ ആലോചനക്കാരും ആകുന്നു. ഇപ്പോൾ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വളരെ കൃത്യമായിട്ട്, അത് പഴയ നിയമമാണെങ്കിലും പുതിയ നിയമമാണെങ്കിലും എല്ലാത്തിനും അത് കർത്താവായ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇന്നൊക്കെ ധാരാളം ആളുകൾ പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവിൽ ഒരുപാട് കണ്ടെത്തലുകൾ അല്ലെങ്കിൽ ഒരുപാട് വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഉൽപ്പത്തിയുടെ പുസ്തകങ്ങൾ മുതൽ ഇതിൻ്റെ മൂലഭാഷയിലുള്ള വചനങ്ങളൊക്കെ വായിച്ച് അവർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രസൻസ് ആദ്യത്തെ വാക്യം മുതൽ ഉണ്ടെന്നാണ് ഇപ്പോൾ പുതുതായിട്ടൊക്കെ കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ ദൈവം കൊടുത്തിരിക്കുന്ന ജ്ഞാനപ്രകാരം മനുഷ്യന് മനസ്സിലായിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ എല്ലാത്തിനും കാരണക്കാരനായി അല്ലെങ്കിൽ എല്ലാത്തിനെയും ഉളവാക്കിയ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് നമ്മൾ നമ്മുടെ രക്ഷിതാവായിട്ട് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. പിതാവിന് വേണ്ടി പുത്രനാണ് ഈ സൃഷ്ടികളും ഇതെല്ലാം നടത്തിയിരിക്കുന്നത്. അപ്പോൾ പിതാവിനോട് ചൂട് ചേർന്നുകൊണ്ട് പുത്രനും പരിശുദ്ധാത്മാവും ആണ് ഈ ലോകത്തെ നടത്തുന്നത്, അല്ലെങ്കിൽ ഈ ലോകത്തെ സൃഷ്ടിച്ചത്, ഈ ലോകത്തെ നടത്തുന്നത്. എന്നേക്കുമായിട്ടുള്ള ഈ ലോകത്തിൻ്റെ സൃഷ്ടിയുടെ കാരണഭൂതനായിട്ടുള്ള പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ത്രിയേക ദൈവം, ആ ട്രിനിറ്റി ഗോഡിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവമല്ലാതെ മറ്റൊരു ദൈവം ഈ ലോകത്തില്ല. അതാണ് സത്യം. പ്രത്യേകിച്ച് സോളമൻ്റെ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ ഈ കാണുന്നതെല്ലാം മായയാണ്. അപ്പോൾ സത്യം എന്ന് പറഞ്ഞാൽ എന്തുവാ? സത്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവമാണ് സത്യം. ആ സത്യമല്ലാതെ മറ്റൊരു സത്യവും ഈ ലോകത്തിലില്ല. അപ്പോൾ ആ സത്യത്തിൻ്റെ വെളിച്ചത്തിനനുസരിച്ച് മുന്നോട്ട് നടക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അതിന് പരിശുദ്ധാത്മാവ് നിങ്ങളേവരെയും നടത്തട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ കൃപകൾ നിങ്ങളുടെ ജീവിതത്തിലെല്ലാം ഉണ്ടാകട്ടെ. പുതിയ ഈ വർഷത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകണം. കാരണം കർത്താവായ യേശു ക്രിസ്തു ഏത് നിമിഷം വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം. കാരണം ഇത് അന്ത്യകാലമാണ്. കർത്താവ് തമ്പുരാൻ താൻ ഭൂമിയിലായിരുന്ന മനുഷ്യനായിരുന്ന സമയത്ത്, മാംസത്തോടു കൂടി ആയിരുന്ന സമയത്ത് തന്നെ അന്ത്യകാലമായെന്ന് പറഞ്ഞുവെങ്കിലും അതിൻ്റെ ആ ഒരു എന്തുകൊണ്ടാണ് അന്ന് മുതൽ അന്ത്യകാലം പ്രസംഗിച്ച് നടക്കുന്നതെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണ്. കാരണം കർത്താവിൻ്റെ വാക്യത്തിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ ദിവസത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരുവചനത്തിൽ ഉടനീളം നമ്മൾ കാണുന്നതാണ്, ഒരു ദിവസം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ 1000 വർഷമാണ്. അപ്പോൾ കർത്താവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ 2 ദിവസങ്ങളെ ഇപ്പോൾ യഥാർത്ഥത്തിലായിട്ടുള്ളൂ. അതുകൊണ്ടാണ് അന്ത്യകാലഘട്ടമായതുകൊണ്ട് അതൊരു കാരണം അതാണ്. അന്ത്യകാലഘട്ടം ആയതുകൊണ്ട് എല്ലാവരും മനസ്സാന്തരപ്പെട്ട് വിശ്വസിക്കുവാനായിട്ട് അന്ന് പ്രസംഗിച്ചതിൻ്റെ ഒരു കാര്യം അതാണ്. പിന്നെ രണ്ടാമത്, അന്ന് ന്യായപ്രമാണത്തിന് കർത്താവിൻ്റെ വരവോടുകൂടി നീക്കം അല്ലെങ്കിൽ അതിൻ്റെ അഡീഷണലായിട്ട് ന്യായപ്രമാണത്തിനും മുകളിലായിട്ട് പുതിയ നിയമങ്ങൾ വന്നപ്പോഴത്തേക്കും ഇപ്പം ന്യായപ്രമാണം പോയി അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്
ന്യായപ്രമാണത്തോടു കൂടെ പുതിയ നിയമങ്ങൾ കൂടി വന്നപ്പോൾ ആ നിയമം പ്രസംഗിച്ച് തുടങ്ങിയ അന്ന് തൊട്ട് ഉള്ള ജനത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ദൈവം കൊടുത്തിട്ടുള്ള ആ അവസരങ്ങൾ, ആ അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ അവസാന കാലഘട്ടത്തിലേക്കുള്ള അവസരങ്ങളാണ്. അപ്പം അതും അന്ന് തൊട്ട് ഈ അന്ത്യകാലഘട്ടത്തിൻ്റെ കാര്യങ്ങളാണ് ഈ ലോകത്ത് നടന്നു വരുന്നത്. എന്നാൽ ഇന്ന് ഈ 2000 വർഷവും മനുഷ്യൻ്റെ 2000 വർഷവും ഇത്ര നാൾ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരേ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ്റെ പിതാവായ ദൈവത്തിൻ്റെ വലിയ കരുണയുള്ളതുകൊണ്ടാണ്. അപ്പോൾ കർത്താവിൻ്റെ കൃപയെക്കുറിച്ച് ബൈബിളിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉടനീളം പറയുന്നുണ്ട്. അതായത് ദീർഘക്ഷമയും മഹാകരുണയുള്ള ദൈവമാണ്. ദൈവം ഇങ്ങനെ എല്ലാവർക്കും വളരെ ആമ്പിൾ ടൈമിങ് കൊടുക്കും. അതായത് ആവശ്യത്തിന് സമയം ദൈവം തമ്പുരാൻ കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു പോയത്. അത് നമുക്ക് പഴയ നിയമങ്ങളൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ദൈവം ഒരിക്കലും ഒരു മനുഷ്യനും പറയാനായിട്ട് പാടില്ല അവർക്ക് ആവശ്യത്തിന് സമയം കിട്ടിയില്ല എന്ന് പറയാനുള്ള ഒരു ആവലാതി ഒരിക്കലും പറയാനായിട്ട് പാടില്ല. അതിന് ഒരിക്കലും ദൈവം ഇടയാക്കത്തില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് ഈ 2000 വർഷം ഇങ്ങനെ കഴിഞ്ഞു പോയത്. എന്നാൽ എല്ലാത്തിനും ഒരു അവസാനം കാണണമല്ലോ. അപ്പോൾ ആ അവസാനമാണ് ഇപ്പോൾ വന്ന് കൊണ്ടിരിക്കുന്നത്. നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. കൃത്യമായിട്ട് കണക്കും പ്രകാരം തന്നെ എല്ലാ കാര്യങ്ങളും ഒത്തൊത്ത് വരുന്ന ഘട്ടങ്ങളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദൈവം നമ്മളെ ഏവരെയും ഒരുക്കട്ടെ. കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങുവാനായിട്ടാണ് ഈ എളിയ ശ്രമങ്ങളെല്ലാം നടത്തുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങുവാനായിട്ട് നമുക്ക് ശ്രമിക്കാൻ. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.